students, welcome back to Bosco Campus Vision. In the previous session we discussed the elements of e-citizenship. So now we are moving on to the next topic, that is e-services. So in this session we will look into the meaning and definition of e-services and some of the common e-services. So e-service usually refers to the provision of services via the internet. The concept of e-service represent one prominent application of utilizing ICTs in different areas. So simple termsil പറയുകയാണെങ്കിൽ e-service എന്ന് പറയുന്നത് it is the delivery of various services via the internet. സോ ഏതൊരു പർട്ടിക്കുലർ സർവീസും ഇൻ്റർനെറ്റ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇ സർവീസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർവീസ് എന്ന് പറയാം. സോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല ഏരിയാസിലും ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നതോടുകൂടിയാണ് ഈ ഫെസിലിറ്റി അവിടെ തയ്യാറാവുന്നത്. സോ നോർമൽ സർവീസ് ഡെലിവറിയും ഈ സർവീസുമായിട്ടുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിൻ്റെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. സർവീസ് പ്രൊവൈഡറും സർവീസ് റിസീവറും എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ആ പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ മാത്രമായിരിക്കും ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ത്രൂ ദ ഇൻ്റർനെറ്റ്. ആൻഡ് ദ ഇ സർവീസ് ഇൻക്ലൂഡ്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഓർഡർ പ്രോസസ്സിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് അതർ സർവീസസ് ഡെലിവേർഡ് ത്രൂ ഇൻ്റർനെറ്റ്. സോ ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആകാം, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആവാം, ഓർഡർ പ്രോസസ്സിംഗ് ആവാം, അക്കൗണ്ടിംഗ് വർക്ക്സ് ആവാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസസും ആകാം. സോ ഈ എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ സർവീസസും ഇൻ്റർനെറ്റ് മുഖേനയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ സർവീസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ എന്തെങ്കിലും ഇൻഫോർമേഷൻ കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഈ സർവീസ് ഫെസിലിറ്റിയുടെ ആപ്ലിക്കേഷനാണ്. സോ ഇനി എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും കസ്റ്റമേഴ്സിന് പാസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണെങ്കിൽ അതൊരു ഈ സർവീസ് ഫെസിലിറ്റിയുടെ ആപ്ലിക്കബിലിറ്റിയാണ്. സോ ഈ സർവീസ് ഇസ് നത്തിങ് ബട്ട് പ്രൊവിഷൻ ഓഫ് ഓൾ ദ സർവീസസ് ത്രൂ ദ ഇൻ്റർനെറ്റ്. So this is all about the basic meaning of e-services. Next we will move on to the definition of e-service. So Rowley defines e-service as the deeds, efforts or performances whose delivery is mediated by information technology. Such e-service includes the service element of e-tailing, customer support and service delivery. So it is defined as the deeds, efforts or performances whose delivery is mediated by information technology. സോ ഇവിടെ വരുന്ന 3 മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇ ടെയിലിംഗ് വരുന്നുണ്ട്, കസ്റ്റമർ സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസ് ഡെലിവറിയും വരുന്നുണ്ട്. സോ ഈ എലമെൻറ്റ്സിനെ മെയിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 3 കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡർ, സർവീസ് റിസീവർ ആൻഡ് ദ ചാനൽ ഓഫ് സർവീസ്. സോ ഈ ഡെഫിനിഷനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവീസ് ആണെങ്കിൽ ഇവിടുത്തെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പബ്ലിക് ഏജൻസീസ് ആവാം. അതുപോലെ സർവീസ് റിസീവർ എന്ന് പറയുന്നത് സിറ്റിസൺസ് ആവാം, ബിസിനസ്സസ് ആവാം, പല ബിസിനസ് ഓർഗനൈസേഷൻസ് ആവാം. ആൻഡ് ദ തേർഡ് കമ്പോണൻറ്റ് ഇസ് ചാനൽ ഓഫ് സർവീസ്. സോ ഇവിടുത്തെ ചാനൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത് വെബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡറും സർവീസ് റിസീവറും ഒരു നോർമൽ സർവീസ് ഡെലിവറി പോലെ സെയിം ആയിരിക്കും. ഇവിടെ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഓഫ് സർവീസിൽ മാത്രമാണ്. നേരത്തെ കേസിൽ നോർമലായിട്ടാണ് ഈ സർവീസ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് മുഖേനയാണ് IT-യുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇ സർവീസസ് ബൈ റൗളി. So next we will look into some of the common e-services. So some of the common e-services include e-appointment, e-enquiry, e-application, e-filing and e-certificate. സോ 5 മെയിൻ കോമൺ സർവീസസ് എന്ന് പറയുന്നത് ഈ സർവീസസ് എന്ന് പറയുന്നത് ഇ അപ്പോയിൻമെൻറ്റ്, ഇ എൻക്വയറി, ഇ ആപ്ലിക്കേഷൻ, ഇ ഫയലിംഗ് ആൻഡ് ഇ സർട്ടിഫിക്കറ്റ്. So the first one is e-appointment. It allows you to book, change or cancel your appointment for some of the services such as consulting a doctor. സോ നോർമൽ കേസസിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നേരത്തെ വിളിച്ച് ടോക്കൺ നമ്പേഴ്സും അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. സോ ഇപ്പോൾ ആ ഒരു സർവീസ് ഫെസിലിറ്റി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിപ്പം ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ കാണണമെങ്കിലൊക്കെ ഓൺലൈനായിട്ട് ടോക്കൺ നമ്പേഴ്സായിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ നേരത്തെ എടുക്കാവുന്നതാണ്.
Next one is e-enquiry. Users can avail the service to enquire online about many things. സോ ഓൺലൈനായിട്ട് അവൈലബിൾ ആവുന്ന മറ്റൊരു സർവീസ് ഫെസിലിറ്റിയാണ് ഈ എൻക്വയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണെങ്കിലും ബസ്സിൻ്റെ ടൈമിങ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് എൻക്വയറി ചെയ്യാനായിട്ട് സാധിക്കും. ട്രെയിനിൻ്റെ ആണെങ്കിൽ കറണ്ട് സ്റ്റാറ്റസ് അറിയാനും അതിൻ്റെ സീറ്റ് അവൈലബിലിറ്റി അറിയാനും എല്ലാത്തിനുമുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എൻക്വയറി നടത്താവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഈ ആപ്ലിക്കേഷൻ. ദിസ് അലൗസ് ദ ആപ്ലിക്കൻസ് ടു അപ്ലൈ ഫോർ സംതിങ് ഓൺലൈൻ. സോ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ജോബ് ആപ്ലിക്കേഷനാണ്. നമ്മൾ പ്രീവിയസ് സെഷൻസിലെല്ലാം ഒത്തിരിയധികം ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഓൺലൈൻ ജോബ് പ്ലേസ്മെൻറ്റും ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റും ഒക്കെ. സോ നൗക്കറി.com, monster.com ഇങ്ങനെ കുറേ ജോബ് പ്ലേസ്മെൻറ്റ് സൈറ്റുകളുണ്ട്. സോ ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് ഓരോ ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് e-filing. ദിസ് ഇസ് ആൻ സർവീസ് where you can file documents online instead of physical submission of the documents. സോ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഫിസിക്കലി സബ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഓൺലൈനായിട്ട് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാക്സിൻ്റെ റിട്ടേൺ ഫയലിംഗ് ആണ്. സോ ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. സോ ഇപ്പോൾ ഈ ഫയലിംഗ് ഫെസിലിറ്റി വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് ടാക്സ് റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാവുന്നതാണ്. So the fifth and the last one is e-certificate. We can apply for different types of certificates online including the birth certificates. സോ ഇപ്പോൾ ഒരു കോളേജിലെ അഡ്മിഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലും ജോബ് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമുണ്ട്. സോ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇത് നമ്മൾ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോയി ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓരോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആവുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് വിത്തിൻ 2-3 ഡേയ്സിനകം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അക്യൂർ ചെയ്യാവുന്നതാണ്. സോ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വേറൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ കുറേ വെബിനാർസും സെമിനാർസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ കണ്ടക്ട് ചെയ്തതിന് അല്ലെങ്കിൽ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരു അപ്രിസിയേഷനായിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് പോലെ തന്നെ വാലിഡും ആണ്, അതിൻ്റെ തന്നെ ഈക്വൽ വാല്യൂ ആണ്. സോ ഈ സർട്ടിഫിക്കറ്റ് ഈസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ സർവീസ്. So e-appointment, e-enquiry, e-application, e-filing and e-certificate are some of the major common e-services. So in this session we discussed the meaning, definition of e-service and some of the major common e-services. Hope all are clear with the topic. Thank you.